ആദിൽ, നീ എന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? കാല് വയ്യാത്തത് കൊണ്ട് അവരുടെ കൂടെ കളിക്കണ്ടെന്ന് പറഞ്ഞു. നീ എന്തിനാ വിഷമിക്കുന്നേ? ഈ ലോകത്ത് എല്ലാം തികഞ്ഞതായിട്ട് ആരുമില്ല. എനിക്കുമുണ്ട് എൻ്റേതായിട്ടുള്ള കുറവുകൾ. പിന്നെ നിനക്ക് നിൻ്റെ കുറവുകളെക്കുറിച്ച് ഓർമ്മ വന്നു കഴിഞ്ഞാൽ നീ നിൻ്റെ കഴിവുകളെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. നിൻ്റെ അത്രയും നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന ആരും ഈ സ്കൂളിലില്ല. എനിക്കും ക്രിക്കറ്റ് കളിക്കണം. വാ. സാറിപ്പം പിള്ളേരുടെ കൂടെ കളിക്കുന്നേ? ചെറുപ്പക്കാരനല്ലേ, കളിക്കട്ടെന്ന്. ആ പയ്യൻ നന്നായി കളിക്കുന്നുണ്ടല്ലേ? മാറ്റി നിർത്താതെ ചേർത്ത് നിർത്തിയെങ്കിലല്ലേ പിള്ളേരുടെ കഴിവറിയാൻ കഴിയൂ. ഗുഡ് മോർണിംഗ്. സംസ്ഥാന ചിത്രരചനാ മത്സരത്തിലെ ഫലം ഇന്നലെ പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൽ 1ാം സമ്മാനം സംസ്ഥാന തലത്തിൽ നേടിയിരിക്കുന്നത് നമ്മുടെ സ്കൂളിലെ ആദിൽ എന്ന വിദ്യാർത്ഥിയാണ്. ആദിലിനെ അഭിനന്ദിക്കുന്നതിനും സമ്മാനം നൽകുന്നതിനും വേണ്ടിയിട്ടാണ് ഇന്ന് ഈ അസംബ്ലി കൂടിയിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പായി 2 വാക്ക് സംസാരിക്കാൻ ഞാൻ വിഷ്ണു സാറിനെ ക്ഷണിച്ചോളുന്നു. ഇന്ന് നമുക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സംസ്ഥാന ചിത്രരചനാ മത്സരത്തിൽ 1ാം സ്ഥാനം നേടി നമ്മുടെ സ്കൂളിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് ആദിൽ. ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് ചുറ്റും നമ്മളെ കളിയാക്കാനും കുറ്റം പറയാനും ഒരുപാട് പേരുണ്ടാവും. പക്ഷേ അതിലൊന്നും തളരാതെ സ്വന്തം കഴിവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. നിങ്ങളെല്ലാവരും നാളത്തെ പൗരന്മാരാണ്. നമ്മളെപ്പോലെ തന്നെ എല്ലാവരും മനുഷ്യന്മാരാണെന്ന് മനസ്സിലാക്കി സ്നേഹിക്കുക. അപ്പോഴാണ് നിങ്ങളെല്ലാവരും യഥാർത്ഥ മനുഷ്യന്മാരാകുന്നത്. സമ്മാനം ഏറ്റുവാങ്ങാനായി ആദിലിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏതൊരുവനും ജനിക്കുന്നത് അവനവൻ്റേതായ കുറവുകളും കഴിവുകളും കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കുറവുകളിൽ തളരാതെ കഴിവുകളിൽ മുന്നേറുകയാണ് വേണ്ടത്. ജീവിതത്തിൽ മുന്നേറാൻ, തൻ്റെ കുറവുകളെ മറികടക്കാൻ ഒരാൾക്ക് മറ്റൊരാളുടെ സഹായം ആവശ്യമായി വന്നേക്കാം. അവരെ തനിച്ചാക്കാതെ കൂടെ നിർത്തുക, അവരെ കൈപിടിച്ചുയർത്തുക. അപ്പോൾ നമ്മളെ ചൂണ്ടി മറ്റുള്ളവർ വിളിക്കും മനുഷ്യൻ.